ബ്ലഡ് പ്രഷർ എന്നുള്ളത് ഇന്ന് ലോകത്ത് തന്നെ കാണുന്ന ഒരു കോമൺ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇന്ന് ഓരോ വീടുകളിലും ഹൈ BP ഉള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ BP എന്നുള്ളത്, ഹൈ ബ്ലഡ് പ്രഷർ എന്നുള്ളത് പ്രോപ്പർ കൺസൾട്ടേഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ ഫ്യൂച്ചറിൽ പല സിവിയർ കോംപ്ലിക്കേഷൻസിലേക്കും നയിക്കാൻ കാരണമാകും. അതായത് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ, കാഴ്ച പോകുന്ന അവസ്ഥയിലേക്ക് വരെ ഹൈ BP നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് പല കാറ്റഗറീസിലുണ്ട്. അതായത് പ്രീ ഹൈപ്പർ ടെൻഷൻ, സ്റ്റേജ് 1, സ്റ്റേജ് 2, പിന്നെ പെട്ടെന്ന് തന്നെ കൂടുന്ന അക്യൂട്ടായിട്ടുള്ള സ്ട്രോക്ക് പോലെയുള്ള ക്രൈസിസിലേക്ക് എത്തുന്ന രീതിയിൽ 180 എബോവ് ആയിട്ട് BP വരാം. നോർമൽ BP എന്ന് പറയുന്നത് 120/80 ആണ്. അപ്പോൾ ഒരു 140/90 വരെയൊക്കെ റേസ് ആവാം. ഇതൊരു പ്രീ ഹൈപ്പർ ടെൻഷൻ കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ ആദ്യം തന്നെ മെഡിസിനിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും അതുപോലെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും ഡയറ്റും കൺട്രോൾ ചെയ്തിട്ടും നമുക്ക് ഒരു BPയിലൊരു മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് മെഡിസിൻ എടുക്കേണ്ടതുള്ളൂ. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് BP ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവരുടെ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യണം, ഇവയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. BP കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉപ്പ്. പലരും പറയും ഞാൻ അധികം ഉപ്പ് കഴിക്കുന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ ഡയറ്റിൽ നമ്മൾ കറികളിലായും മറ്റ് ബേക്കറി ഐറ്റംസ്, അതുപോലെ നമ്മളറിയാതെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു അനുവദനീയമായ അളവ് എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. ഒരു ദിവസം ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുവദനീയമായ അളവ് 5 ഗ്രാമാണ്. അതൊരു 1-1.5 ടീസ്പൂണോളം ഉപ്പ് വരും. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, നമ്മുടെ കറികളിലും മറ്റും ഇതിനേക്കാൾ കൂടുതൽ ഉപ്പുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറികളിൽ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും ഇതോടൊപ്പം ഉപ്പടങ്ങിയിട്ടുള്ള പപ്പടം, ഉണക്കമീൻ, അതുപോലെ അച്ചാറ്, ഇതെല്ലാം BP ഉള്ളവർ പാടെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ ബനാനയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബനാന. അത് കൂടുതൽ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ BP കൺട്രോൾഡ് ആകും. അതോടൊപ്പം തന്നെ ഓറഞ്ച്, ആപ്പിള് പോലെയുള്ള ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ പച്ചക്കറികളാണെങ്കിൽ ഇലവർഗ്ഗങ്ങൾ, ചീര പോലെയുള്ള പച്ചക്കറികൾ, അതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഇവയെല്ലാം BP കുറയ്ക്കാൻ സഹായിക്കും. ഇതോടൊപ്പം തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, ചിക്കന്, മീൻ എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഈ പച്ചക്കറികളും മീനും ചിക്കനും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേവിച്ച് യൂസ് ചെയ്യുക. അല്ലാതെ എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ അങ്ങനെയുള്ള ഫുഡ് നിങ്ങൾ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സ് കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒലീവ് ഓയിൽ പോലെയുള്ള ഓയിലുകൾ കൂടുതലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാം. അതുപോലെ പാല്, തൈര് യൂസ് ചെയ്യുമ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവുള്ള ലോ ഫാറ്റ് മിൽക്കും ലോ ഫാറ്റ് ഡയറി പ്രോഡക്ട്സും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് നട്ട്സിലും സീഡ്സിലെല്ലാം ധാരാളം മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് സീഡ്സിൽ നിങ്ങൾക്ക് സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ് എല്ലാം കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. പിന്നെ അതുപോലെ നട്ട്സ് ആയിട്ടുള്ള ബദാം, പിസ്ത, കാഷ്യൂ എല്ലാം യൂസ് ചെയ്യാം. പിന്നെ നട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി നട്ട്സാണ് യൂസ് ചെയ്യേണ്ടത്. അത് കൂടുതൽ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കരുത്. നട്ട്സിൽ ധാരാളം ഹെൽത്തി ഫാറ്റ്സും മഗ്നീഷ്യവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം BP നാച്ചുറലായിട്ട് കുറയാൻ സഹായിക്കും. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഡയറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. BP ഉള്ള ഒരാൾ ഇപ്പോൾ ഒരു രാവിലെയോ വൈകിട്ടോ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നടത്തം പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. പിന്നെ പെട്ടെന്ന് BP കൂടുന്നുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്
നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ കിടക്കുക, ബെഡിൽ കിടന്ന് നിങ്ങൾ കാമായിട്ട് ഒരു കുറച്ച് സമയം ശ്വാസം എടുത്ത് വിടുന്നത് പെട്ടെന്നുള്ള BP കുറക്കുന്നത് സഹായിക്കും, സ്ട്രെസ്സ് കുറക്കാനും സഹായിക്കും. ടെൻഷനും BP കൂടുന്നതിന് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഇതുപോലെയുള്ള മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ടെൻഷനുള്ളവരിൽ ചെയ്യുന്നത് BP കുറക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പുഷപ്പ് പോലെയുള്ള വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം BP നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 5 മുതൽ 10 യൂണിറ്റ് വരെ BP കുറഞ്ഞു കാണാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അതായത് ഉറക്കം കുറവുള്ളവരിലും ഈ ഹൈ ബ്ലഡ് പ്രഷർ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ BP ഉള്ളവരാണെങ്കിൽ ഒരു 7 to 8 hours കൃത്യമായിട്ട് ഉറങ്ങേണ്ടതാണ്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ ഡയറ്റിലുള്ള മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള കുറച്ച് മാറ്റങ്ങളും വരുത്തിയാൽ തന്നെ BP ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും. ഒരു പ്രീ ഹൈപ്പർ ടെൻഷൻ ഒരു കാറ്റഗറിയിലുള്ളവരിലാണെങ്കിൽ മെഡിസിൻ കഴിക്കാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ BP വളരെ ഹൈ ആയിട്ടുള്ള കേസുകളിലാണെങ്കിൽ മെഡിസിൻ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പല സിവിയർ കോംപ്ലിക്കേഷൻസിലേക്കും ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ BP ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൃത്യമായ ഇടവേളയിൽ BP മോണിറ്റർ ചെയ്യേണ്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് BP ചെക്ക് ചെയ്യേണ്ടതാണ്, ഡോക്ടറെ അടുത്തുനിന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സിവിയർ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലോ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്വിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.